റമദാനിലെ ഉംറ ഒരു ഹജ്ജിന്റെ പ്രതിഫലം നൽകുമെന്നാണല്ലോ പ്രവാചക മൊഴി. ഈ ഒരു സാഹചര്യത്തിൽ മക്കയിൽ നിന്നുകൊണ്ട് ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചുവെന്ന് ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയുകയാണ് പ്രശസ്ത തമിഴ് മോട്ടിവേഷണൽ സ്പീക്കർ ശബരിമാല ജയകാന്തൻ. അങ്ങനെ അവർ പേര് മാറ്റി, ഫാത്തിമ ശബരിമാല. ഇവർ ആരെന്നറിയാൻ ഗൂഗിളിൽ സെർച്ചോട് സെർച്ച്. മുസ്ലിങ്ങളോട് എന്താണ് ഇത്രയും വിരോധമെന്ന് ഞാൻ സ്വയം ചോദിച്ചു. അവസാനം തീരുമാനമെടുത്തു. ശബരിമാല ജയകാന്തൻ ഇനി ഫാത്തിമ ശബരിമാലയായി. വാർത്ത കേട്ട മലയാളികൾ പോലും ഞെട്ടിയിരിക്കുകയാണ്. ശബരിമല എന്താണെന്നും അതിന്റെ ഫലം എന്താണെന്നും മലയാളികൾക്കറിയാം. അതിനിടയ്ക്കാണ് ശബരിമാല ജയകാന്തന്റെ വാർത്ത വരുന്നത്. നമ്മുടെ ശബരിമലയുമായി അവർക്ക് യാതൊരു ബന്ധവുമില്ല. ശബരിമാല ജയകാന്തന്റെ ശരിക്കും പേര് ശബരിമാലയാണ്. ജനിച്ചപ്പോഴേ ഇട്ട പേരാണ്. ജയകാന്തൻ ഭർത്താവിന്റെ പേരും. തമിഴ്നാട്ടിലെ പ്രശസ്ത മോട്ടിവേഷണൽ സ്പീക്കറും സാമൂഹിക പ്രവർത്തകയുമായ ശബരിമാല ജയകാന്തൻ ഇസ്ലാം മതം സ്വീകരിച്ചെന്ന വാർത്തകളാണ് ഇപ്പോൾ പരക്കെയുള്ളത്. മക്കയിലെത്തിയാണ് ഇവർ മതം മാറിയത്. സൗദിയിലെത്തി മക്കയിലെ ഹറം പള്ളിയിൽ കബയ്ക്ക് മുന്നിൽ നിന്നാണ് ഇവർ ഇസ്ലാം മതം സ്വീകരിച്ചതായി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിലൂടെ പറഞ്ഞത്. ഇതിനു പിന്നാലെ ശബരിമാല ജയകാന്തൻ എന്ന പേര് ഫാത്തിമ ശബരിമാല എന്നാക്കി മാറ്റുകയും ചെയ്തിരിക്കുകയാണ്. താൻ എന്തിന് മതം മാറ്റത്തിന് തയ്യാറായി എന്നത് സംബന്ധിച്ച് വിശദമായ വീഡിയോയും ഇവർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. മുസ്ലിങ്ങളോട് എന്താണ് ഇത്ര വിരോധം എന്ന് ഞാൻ സ്വയം ചോദിച്ചുവെന്നും അങ്ങനെയാണ് നിഷ്പക്ഷ മനസ്സോടെ ഖുർആൻ വായിച്ചു തുടങ്ങിയതെന്നും വീഡിയോ സന്ദേശത്തിൽ അവർ പറയുകയുണ്ടായി. എനിക്ക് സത്യം മനസ്സിലായി. ഇപ്പോൾ എന്നേക്കാൾ കൂടുതൽ ഇസ്ലാമിനെ സ്നേഹിക്കുന്നുവെന്നും വീഡിയോയിൽ ഇവർ പറയുകയാണ്. പ്രവാചകൻ മുഹമ്മദ് നബിയോടുള്ള ആദരവും സ്നേഹവും കാരണമാണ് ഇദ്ദേഹത്തിന്റെ മകളുടെ പേര് സ്വീകരിച്ചതെന്നും അവർ പറയുന്നു. മുസ്ലിം ആയിരിക്കുന്നത് വലിയൊരു ആദരവും ബഹുമതിയുമാണെന്ന് സൂചിപ്പിച്ച ഫാത്തിമ ശബരിമാല ഖുർആൻ എല്ലാവർക്കും പരിചയപ്പെടുത്തണമെന്ന് മുസ്ലിങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്യുകയുണ്ടായി. വിസ്മയകരമായ ഒരു ഗ്രന്ഥം നിങ്ങളുടെ കയ്യിലുണ്ട്. എന്തിനാണ് അത് വീട്ടിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്? ലോകം അത് വായിക്കണം. ഹറം പള്ളിയിൽ നിന്നുള്ള വീഡിയോ സന്ദേശത്തിൽ അവർ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു. കബയെ പുതപ്പിക്കുന്ന പ്രത്യേക വിരിപ്പായ കിസ്വ നിർമ്മാണ കേന്ദ്രത്തിൽ പ്രത്യേക അതിഥിയായി ഇവർ സന്ദർശിക്കുകയും ചെയ്തു. ഇതിന്റെ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുകയാണ്. ഇത് നിമിഷങ്ങൾക്കകം തന്നെ വൈറലായി മാറുകയും ചെയ്തു. 1982 മധുരയിലെ ഒരു ഹിന്ദു കുടുംബത്തിലാണ് ശബരിമാല ജനിച്ചത്. അളഗർ സ്വാമിയും കളിയരസിയുമാണ് ഇവരുടെ മാതാപിതാക്കൾ. പിന്നീട് ഇവർ ജയകാന്തനെ വിവാഹം ചെയ്യുകയും ചെയ്തു. ജയചോളൻ എന്ന മകനും ഇവർക്കുണ്ട്. 2002 ഡിണ്ടിഗലിൽ സർക്കാർ സ്കൂൾ അധ്യാപികയായി ജോലിയിൽ പ്രവേശിച്ച ഇവർ പിന്നീട് രാജ്യമാണ് ജോലിയേക്കാൾ പ്രാധാന്യമെന്ന് പ്രഖ്യാപിച്ച് രാജിവെക്കുകയും ചെയ്തിരുന്നു. നീറ്റ് വിരുദ്ധ പോരാട്ടത്തിൽ ശ്രദ്ധേയമായ പോരാട്ടവും ഇവർ പങ്കുവച്ചിരുന്നു. രാജ്യത്തുള്ള എല്ലാവർക്കും നീറ്റ് ഒരേപോലെ ആകുന്നത് എങ്ങനെയാണെന്നും ചോദിക്കുകയും ചെയ്തു. നീറ്റ് വിരുദ്ധ പോരാട്ടത്തിനായി സത്യാഗ്രഹം കിടക്കുകയും ചെയ്തിരുന്നു ഇവർ. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.